ഞെട്ടിപ്പിക്കുന്ന അനുഭവമല്ലേ? ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ഗൗരവമായി കാണുന്നൊരു വിഷയമാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രദേശങ്ങളിൽ, വനവുമായി തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വന്യജീവികൾ ഇറങ്ങുന്നു, വല്ലാതെ സംഘർഷമുണ്ടാക്കുന്നു, ചിലപ്പോൾ ആളുകളെ അപായപ്പെടുത്തുന്നു, കൃഷി നശിപ്പിക്കുന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഈ വന്യജീവി സംഘർഷത്തെക്കുറിച്ച് എല്ലാവരും ഉത്കണ്ഠപ്പെടാറുണ്ടല്ലോ. നമുക്ക് സാധാരണഗതിയിൽ ഇതിനൊരു പരിഹാരം വേണമല്ലോ. പരിഹാരത്തിന് കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹായിക്കണ്ടേ? സംസ്ഥാനം ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് അനുമതിക്കായി കേന്ദ്രത്തിന് അയച്ചു. എന്ന് പറഞ്ഞാൽ പൈസ വേണം, നിഷ്കരണമാണ് തള്ളിയത്. ഇവിടെ മനുഷ്യനോ വന്യജീവിക്കോ പ്രാധാന്യം? മനുഷ്യജീവനല്ലേ വില കൽപ്പിക്കേണ്ടത്? ലോകത്ത് ഇവിടെ മാത്രമാണോ വന്യജീവി? ലോകത്ത് പല രാഷ്ട്രങ്ങളിലും വന്യജീവികളില്ലേ? ആ വന്യജീവികളെല്ലാം ഇവിടുത്തെ പോലെ സംരക്ഷിച്ച് നിർത്തുകയാണോ? എന്താ നമുക്ക് മാത്രം ഒരു പ്രത്യേക സംരക്ഷണ രീതി? ഇതെപ്പോ വന്നതാ? ഇതിൻ്റെ ഉത്തരവാദി കോൺഗ്രസ് അല്ലേ? 1972 ഈ പറയുന്ന നിയമം കൊണ്ടുവരുന്നത്? ഇന്ദിരാഗാന്ധിയുടെ കാലം. പിന്നെ അത് കൂടുതൽ ശക്തിപ്പെടുത്തിയല്ലോ. ആ ശക്തിപ്പെടുത്തുന്നതിന് കടുവകളെ നേരിടേണ്ടത് എങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ശക്തിപ്പെടുത്തൽ, അതിൻ്റെ പ്രോട്ടോക്കോൾ. ആനയുടെ കാര്യത്തിന് വേറെ പ്രോട്ടോക്കോൾ. ചുരുക്കത്തിൽ തൊടാൻ പറ്റില്ല. മഹാരാഷ്ട്രയിൽ ഒരു കടുവ 13 പേരെയും കൊന്നു. ഒരാളെ 65% തിന്നു. അവസാനം അവിടുത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഷൂട്ട് അറ്റ് സൈറ്റ് ഉത്തരവ് കൊടുത്തു. അയാൾ ഇപ്പോഴും കേസില്ല. നാഗ്പൂർ ഹൈക്കോടതിയാണ് അതിലിടപെട്ട് ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞത്. കാരണം നിയമം അതാണ്. ഈ അംഗീകരിച്ച് വെച്ച നിയമം അനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. ഒരു കടുവ ഇറങ്ങിയാൽ ആ കടുവയെ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം ആദ്യം നടക്കണം. നിയമം പറയാൻ മയക്കുവെടി വെക്കുക, അതിന് വേറെ തകരാറൊന്നും പറ്റരുത്. ഇതിനെല്ലാമുള്ള അവസരമില്ലെങ്കിൽ മാത്രം ഈ ചീഫ് വൈൽഡ് വാർഡന് വെടിവെക്കാന്നാണ്. ഈ പറയുന്ന നിയമത്തിൻ്റെ കടമ്പകളാകെ കടന്നുകൊണ്ട് വെടിവെക്കാൻ ഉത്തരവ് സാധാരണഗതി കൊടുക്കാൻ കഴിയില്ല. അത്ര വലിയ കടമ്പകളാണ്. ഏറ്റവും ചുരുങ്ങിയത് വേണ്ടത് എന്താ? ആ നിയമം ഭേദഗതി ചെയ്യണം. മനുഷ്യനല്ലേ വില കൽപ്പിക്കേണ്ടത്? നമ്മൾ ആവശ്യപ്പെട്ടു, ഈ സംസ്ഥാനം ആവശ്യപ്പെട്ടു, സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. നേരിട്ട് പോയി വനമന്ത്രി സംസാരിച്ചു. വന്നല്ലോ ഇവിടെ കേന്ദ്ര വനമന്ത്രി. അവർ കൊണ്ടുവന്ന നിയമമല്ല ഇത് കേട്ടോ. BJP അല്ല നിയമം കൊണ്ടുവന്നത്, കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ്. പക്ഷേ ഇപ്പം ഇവരാണല്ലോ ഭേദഗതി ചെയ്യേണ്ടത്. ഇവരോടാണ് ഈ ആവശ്യം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത്. അവരുടെ നിലപാടെന്താ? അവർ പറയാണ് ഈ നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമില്ല. ആ നിയമം വെച്ചുകൊണ്ട് എങ്ങനെ ഫലപ്രദമായി വന്യജീവികളെ നേരിടും? ഈ കാര്യം
പാർലമെന്റിനകത്ത് ഈ 18 പേരിൽ ആരെങ്കിലും ഉന്നയിച്ചോ? എന്തേ നിങ്ങൾക്ക് ഉന്നയിക്കാൻ വിഷമമുണ്ട്? നിങ്ങളെ നിയമമല്ലേ, നിങ്ങളാണല്ലോ കൊണ്ടുവന്നത്. അത് മനസ്സിലുള്ളത് കൊണ്ടല്ലേ അതിനെതിരെ ശബ്ദിക്കാതിരിക്കുന്നത്. അതല്ലേ വസ്തുത. എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ ഓടിയെത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. അതല്ലേ നടക്കുന്നത്. അപ്പോൾ ഏത് പ്രശ്നത്തിൽ ശരിയായ രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രതികരിച്ചിട്ടുണ്ട്? ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം. നയമാണ്, നിലപാടുകളാണ് പ്രധാനം. ഇവിടെ മത്സരിക്കുന്നവരെ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം വിലയിരുത്താൻ. അനുഭവമുണ്ട്, കഴിഞ്ഞ 5 വർഷത്തെ അനുഭവമുണ്ട്, അതിനു മുൻപത്തെ 5 വർഷത്തെ അനുഭവമുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ആ അനുഭവം നിങ്ങൾ വിലയിരുത്തിക്കോ. അതിനു മുൻപത്തെ 5 വർഷം ജോയ്സ് ജോർജ് ഇവിടെ പാർലമെൻറ്റ് അംഗമായിരുന്ന കാലമാണ്. ഏതെങ്കിലും പ്രശ്നം പാർലമെൻറ്റ് ഉന്നയിക്കാതിരുന്നു എന്ന ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടായോ? ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എന്ത് പ്രശ്നം വന്നാലും അതിലെല്ലാം ജോയ്സ് ജോർജിൻ്റെ ശബ്ദം കേട്ടിരുന്നല്ലോ. ഇതാണ് നമുക്ക് ആവശ്യം. ആശയത്തിൽ വ്യക്തത, നിലപാടിൽ നല്ല തെളിമ. ഇതാണ് നമ്മുടെ ജനപ്രതിനിധിക്ക് വേണ്ടത്.